ഹായ് വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ലാൻഡാന ചെടികൾ എങ്ങനെയാണ് നമ്മൾ PVC പൈപ്പിൽ നട്ടു വളർത്തുന്നതെന്നാണ്. അതുപോലെ തന്നെ നല്ലൊരു ഹെൽത്തിയും നല്ല പവർഫുള്ളായിട്ടുള്ള റൂട്ടിംഗ് ഹോർമോൺ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ലിൻസീസ് ലിങ്ക് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തായിട്ടൊരു ബെല്ലൈക്കണുണ്ട്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ ലാൻഡാന ചെടികൾ എന്ന് പറഞ്ഞാൽ നല്ല സൺലൈറ്റ് ഉള്ള പ്രദേശത്ത് വേണം വെക്കാനായിട്ട്. അതായത് മിനിമം ഒരു 6 മണിക്കൂർ നല്ല വെയിലുള്ള പ്രദേശത്താണെങ്കിൽ നമ്മൾ വളമൊന്നും ഇടാതെ തന്നെ പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണിത്. ഈ ചെടിക്ക് ഒരുപാട് ഫെർട്ടിലൈസർ ഒന്നും വേണ്ട. ഫെർട്ടിലൈസർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലത്. അതായത് ഇട്ട് കൊടുത്തില്ലെങ്കിലും പൂക്കുന്ന ഒരു ചെടിയാണ്. സൂര്യപ്രകാശം മാത്രം മതിയെന്ന് തന്നെ പറയാം. ഇത് ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്ന PVC പൈപ്പിൽ എങ്ങനെയാണ് നടുന്നതെന്നും അതിൻ്റെ രീതികളും കെയറും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത്. ഈ ചെടിയെന്ന് പറഞ്ഞ ചെടിയുടെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം നമ്മളെപ്പോഴും ഒഴിക്കേണ്ട. വളരെ കെയർ, അഥവാ ആഴ്ചയിൽ 1-2 പ്രാവശ്യം, ഒരു പ്രാവശ്യം ഒഴിച്ചാലും മതി. അതായത് ചെടി നല്ലതുപോലെ വലുതായതിന് ശേഷമുള്ള കാര്യമാണ് കേട്ടോ. നമ്മൾ കമ്പ് മുറിച്ച് നട്ട് അതിൻ്റെ വേര് പിടിച്ച് ചെടിയൊന്നായി വന്നതിന് ശേഷമുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആഴ്ചയിൽ ഒരിക്കൽ വെള്ളം ഒഴിക്കുന്ന കാര്യം. അതുപോലെ തന്നെ ഉച്ച കഴിഞ്ഞ് കുറച്ച് ഷെയ്ഡ് കിട്ടുന്നത് ചെടിക്ക് നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഈ ചെടി വെക്കുമ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലം നോക്കി വെക്കുക. അതായത് രാവിലെ മുതൽ ഉച്ച വരെ ഒരു 6 മണിക്കൂർ വെയിലും അത് കഴിഞ്ഞൊരു ഷെയ്ഡും കിട്ടത്തക്ക രീതിയിലാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഈ ചെടി ലാൻഡാന ചെടിയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇത് ചിലരൊക്കെ കാട്ടുചെടിയാണെന്നൊക്കെ പറയും. പക്ഷേ ഇതിൻ്റെ പൂ കാണാൻ ഒത്തിരി ഭംഗിയാണ്. നിറയെ കളർ വേരിയൻസ് ഇതിനുണ്ട്. ഇതൊരു മഞ്ഞ കളറാണ് നിങ്ങൾ കാണുന്നത്. അതുപോലെ തന്നെ ചുവപ്പുണ്ട്, ഓറഞ്ച്, ലാവൻഡർ കളറ്, അങ്ങനെ ഒരുപാട് കളർ, വൈറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ PVC പൈപ്പിലൊക്കെ നട്ട് വെക്കുമ്പോൾ മിക്സഡായിട്ട് കളർ വെക്കുകയാണെങ്കിൽ ഒത്തിരി ഭംഗിയായിരിക്കും. കാരണം അത് പൂക്കൾ വെന്ന് കഴിയുമ്പോൾ അത് വൈറ്റ്, റെഡ്, യെല്ലോ ഇങ്ങനെ കോമ്പിനേഷനിൽ ഇങ്ങനെ ഒരുമിച്ച് പൂത്ത് നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് ഒത്തിരി ഒരു ബൊക്കെ പോലെയൊക്കെ തോന്നും. ഒത്തിരി ഭംഗിയാണ് ഈ ചെടി കാണാനായിട്ട്. അപ്പോൾ ഇത് നട്ട് വെക്കുമ്പോൾ നമുക്ക് ഒരുപാട് കട്ടിയുള്ള കമ്പൊന്നും വേണമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഒരു പെൻസിൽ കനം പോലും വേണ്ട. അതിലും കനം കുറഞ്ഞ കമ്പ് മതി ഇത് നമുക്ക് നട്ടുവെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഏത് കനത്തിലുള്ള കമ്പാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതെന്ന്. ഇതിപ്പം നമുക്ക് കണ്ടോ, ഇതിലും കനം കുറഞ്ഞ കമ്പ് മതി. ഈ കമ്പായാലും മതി നമുക്ക് നട്ടുവെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നട്ടുവെക്കുമ്പോൾ നിങ്ങൾക്ക് റൂട്ടിംഗ് ഹോർമോൺ ഉണ്ടെങ്കിൽ വളരെ നല്ലത്. റൂട്ടിംഗ് ഹോർമോണിൽ മുക്കി നമ്മൾ കമ്പ് മുറിച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് വേര് പിടിച്ച് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ റൂട്ടിംഗ് ഹോർമോണിൻ്റെ കാര്യം പറഞ്ഞാൽ നമുക്ക് നാച്ചുറലായിട്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാതെ തന്നെ നമ്മുടെ അടുക്കളയിലുള്ള മഞ്ഞൾപ്പൊടിയും തേനും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലൊരു റൂട്ടിംഗ് ഹോർമോണാണ്. അതുപോലെ അലോവേര ജെല്ല് നല്ലൊരു റൂട്ടിംഗ് ഹോർമോണാണ്. അതായത് നമ്മുടെ വീട്ടിലൊക്കെ കിളിച്ച് നിൽക്കുന്ന അലോവേര കട്ട് ചെയ്തെടുക്കുന്ന നാച്ചുറൽ അലോവേരയിൽ നിന്ന് എടുക്കുന്ന ജെല്ല് വളരെ നല്ലൊരു റൂട്ടിംഗ് ഹോർമോണാണ്. അതുപോലെ പഴം നമ്മൾ പീസാക്കി വെച്ചിട്ട് അതിൽ മുക്കി കുറച്ച് നേരം വെച്ചതിന് ശേഷം നമ്മൾ നടുകയാണെങ്കിൽ അതും റൂട്ടിംഗ് ഹോർമോൺ. അപ്പോൾ ഇതൊക്കെ തന്നെ നല്ല നാച്ചുറലാണ്. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന റൂട്ടിംഗ് ഹോർമോൺ ഇതൊന്നുമല്ല. ഞാൻ വഴിയെ കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് PVC പൈപ്പിൽ എങ്ങനെയാണ് നടേണ്ടതെന്ന് നോക്കാം. എത്ര വലിപ്പമുള്ള PVC പൈപ്പ് എടുക്കുന്നോ അത്രയും നല്ലതാണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു വലിപ്പത്തിലുള്ളൊരു PVC പൈപ്പാണ് ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ചട്ടിയിൽ ഇറക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്കിതൊന്നുകിൽ മണ്ണിൽ ഈ PVC പൈപ്പ് കുഴിച്ചിട്ടിട്ട് അതിലേക്ക് നമുക്ക് മണ്ണ് നിറച്ച് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ചട്ടിയിൽ വെച്ചത് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചട്ടി മാറ്റി വെക്കാൻ പറ്റും. ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ പൂത്ത് കഴിയുമ്പോൾ നമുക്ക് വേറൊരു പ്രദേശത്തോട്ട് വെക്കാം. അങ്ങനെ മാറ്റി വെക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിറയ്ക്കാനുള്ള പോട്ടിംഗ് മിക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ മണലാണ് കൂടുതലായിട്ട് എടുത്തേക്കുന്നത്. ഇത് കണ്ടോ, ഈ ചട്ടി ഇപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി വെക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ പോട്ടിംഗ് മിക്സിൻ്റെ കാര്യം പറഞ്ഞാൽ മണലും മണ്ണും അതുപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടിയും ഒരു 2 സ്പൂൺ എല്ലുപൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മിക്സാണ് ഇതിലേക്ക് നിറച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചെടിക്ക് വേണ്ട പൊട്ടാഷ്യം, നൈട്രജന്, ഫോസ്ഫറസ്, സൾഫർ എല്ലാം ഇതിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. കാൽഷ്യം ഒക്കെ ഉണ്ട്. അതായത് എല്ലുപൊടിക്കകത്തും ചാണകപ്പൊടിക്കും
പൊടിക്കകത്തും ചെടിക്ക് വേണ്ട അത്യാവശ്യ ന്യൂട്രിയൻസ് എല്ലാം തന്നെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ മണ്ണ് നമ്മൾ ഇതിലേക്ക് നിറച്ച് കൊടുക്കുകയാണ്. നിറച്ച് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ കമ്പ് മുറിച്ച് ഇതിൽ നട്ട് വെക്കുന്നത്. ഈ ചട്ടിക്ക് നമുക്ക് ഓൾറെഡി ഡ്രെയിനേജ് ഹോളുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒഴിക്കുന്ന വെള്ളം ഇതിൽ കെട്ടി നിൽക്കാതെ തന്നെ പോകും. ഇപ്പം നമ്മൾ നടാനുള്ള ഞാൻ ഈ ഒരു കനത്തിലുള്ള കമ്പാണ് നടാൻ വേണ്ടി എടുത്തേക്കുന്നത്. നമ്മൾ നടുമ്പോൾ ഒരുപാട് ഇലയൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യമുള്ള കമ്പും അതുപോലെ തന്നെ കുറച്ച് ഇലയുമൊക്കെ നമുക്ക് വേണ്ടത് മാത്രം വെച്ചാൽ മതി. കാരണം നമ്മൾ ഇത് നട്ടതിന് ശേഷം ചെടി ഒത്തിരി നല്ല ബുഷിയായിട്ട് വരും. അപ്പോൾ നമ്മൾ അത്യാവശ്യം വേണ്ട ഇലയും കമ്പും മാത്രം വെച്ചാൽ മതി. ബാക്കിയെല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് എടുക്കുകയാണ്. ഉണ്ടോ ഈ ഒരു പിന്നെ നമ്മൾ മണ്ണിലേക്ക് ഇറക്കി വെക്കുന്ന ഭാഗം ഒരു 45 ഡിഗ്രി ചരിച്ച് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ചെടിക്ക് പെട്ടെന്ന് റൂട്ട് വരാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു 45 ഡിഗ്രി അളവിലൊന്ന് ചരിച്ച് കട്ട് ചെയ്ത് എടുക്കുക. അതുപോലെ തന്നെ റൂട്ടിംഗ് ഹോർമോണായിട്ട് നമ്മുടെ കരിയാണ്. നമ്മൾ വിറക് കത്തിച്ച് കിട്ടുന്ന കരിയെ നല്ലതുപോലെ പൊടിച്ചെടുത്ത പൊടിയാണ് ഇത്. ഇത് വളരെ നല്ലൊരു റൂട്ടിംഗ് ഹോർമോണാണ് നമ്മുടെ എല്ലാ ചെടികൾക്കും. ലാന്റാനയ്ക്ക് മാത്രമല്ല, നമ്മുടെ റോസ്, അതുപോലെ ബൊഗെയിൻവില്ല, ഇതൊക്കെ നമുക്ക് വേര് പിടിപ്പിക്കാൻ വളരെ നല്ലതായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കരി പൊടിച്ച് എടുത്തത്. അതിലേക്ക് നമുക്ക് ഈ കമ്പ് നല്ലതുപോലെ ഒന്ന് മുക്കിയെടുക്കുക. ഇതുപോലെ മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ എവിടെയാണോ നടാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ PVC പൈപ്പിലോ അല്ലെങ്കിൽ ചട്ടിയിലോ എവിടെയാണോ നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്നത്, ആ മണ്ണ് എല്ലാം പോട്ടി മിക്സ് എല്ലാം നിറച്ചതിന് ശേഷം നമുക്ക് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കാം. ഒരു പെൻസിൽ ഒരു കമ്പ് ഉപയോഗിച്ച് ഇതേപോലെ ചെറുതായിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ റൂട്ടിംഗ് ഹോർമോൺ മുക്കിയ കമ്പ് ഇതേപോലെ ഇറക്കി വെച്ച് കൊടുക്കുക. ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യം മാത്രം ചെയ്താൽ മതി. പിന്നെ ഇത് പിടിച്ച് കിട്ടുന്നിടം വരെ നമ്മൾ തണലത്തേ വെക്കാവൂ. ഒരിക്കലും കൊണ്ടുപോയി സൺലൈറ്റിൽ വെക്കരുത്. വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങി പോകുന്നതാണ്. കാരണം ഇതിനിപ്പം വേരൊന്നും പിടിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പം കൊണ്ടുപോയി വെയിലത്ത് വെക്കല്. നല്ലതുപോലെ ചെടി നല്ല ഗ്രോത്ത് വന്നതിന് ശേഷം, നല്ല എസ്റ്റാബ്ലിഷ് ആയതിന് ശേഷം മാത്രമേ നമ്മൾ ചെടി വെയിലത്ത് കൊണ്ടുവെക്കാൻ പാടുള്ളൂ. ഇപ്പം നമ്മൾ ഫുൾ ഷെയ്ഡിൽ വെച്ച് ചെടി വളർത്തിയെടുക്കുക. ഇപ്പം നമ്മൾ നട്ടതിന് ശേഷം ഇപ്പോൾ ഓൾറെഡി മണ്ണിന് ഇച്ചിരി നനവുണ്ടെങ്കിൽ ഒട്ടും വെള്ളം ഒഴിക്കേണ്ട. ഒരു പിറ്റേ ദിവസം നമ്മൾ നോക്കുക, മണ്ണ് ചെറുതായിട്ട് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇപ്പോൾ ഓൾറെഡി നമ്മൾ മണ്ണിൻ്റെ അകത്ത് എല്ലാം മിക്സ് ചെയ്താണ് ഇട്ടേക്കുന്നത്, വളമെല്ലാം മിക്സ് ചെയ്ത് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉടനെ നമുക്കൊരു ഫെർട്ടിലൈസറും കൊടുക്കേണ്ട കാര്യമില്ല. ചെടി വളർന്നു കഴിയുമ്പോൾ നമുക്ക് ഫെർട്ടിലൈസർ നിങ്ങൾക്ക് എല്ലുപൊടി NPK ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ പൂ വരാൻ നല്ലതാണ്. ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സൊക്കെ ഒഴിച്ചു കൊടുക്കും. ഇതേപോലുള്ള ഒരുപാട് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം ഞാൻ ഈ ഒരു PVC പൈപ്പിൻ്റെ അകത്ത് ഒരു 3 കമ്പാണ് ഇറക്കി വെച്ചിരിക്കുന്നത്. അതായത് 3 കളറിലുള്ള കമ്പാണ് വെച്ചേക്കുന്നത്. ഒന്ന് മഞ്ഞ, അതുപോലെ വൈറ്റ്, പിന്നെ റെഡുമാണ് ഇതിലേക്ക് വെച്ചേക്കുന്നത്. ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത്രയും ഇലയും ഒന്നും വെച്ചില്ലെങ്കിൽ കമ്പും 3-4 ഇലയും മാത്രം വെച്ചാലും മതി നമ്മൾ നടാൻ നേരം. ഇത്രയും കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ പിറ്റേ ദിവസവും 2 ദിവസം കഴിഞ്ഞോ വെള്ളം ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ഫോഴ്സ്ഫുള്ളി, അതുപോലെ തന്നെ ഒരുപാട് ഹൈറ്റിലും വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. വളരെ സ്ലോലി ചെറുതായിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നടുന്നത് ഡ്രെയിനേജ് ഹോൾ ഉണ്ടെന്ന് ഉറപ്പാക്കണം. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ ലാന്റാന ചെടികൾ നല്ല രീതിയിൽ കിളിച്ചു വരുന്നതായിരിക്കും. പിന്നെ കുറച്ച് നടാൻ നേരം മുകളിൽ കുറച്ച് സ്പേസ് ഇട്ടേക്കണം. കാരണം വളവും മണ്ണും ഒക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പേസ് കൂടെ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ലിൻസീസ് ലിങ്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ലാന്റാന ചെടികൾ ഇഷ്ടമുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ഈ ലാന്റാന ചെടി നടുന്നതെന്നും താഴെ
കമൻറ്റ് ചെയ്യുക. ഈ ലാൻഡാന ചെടികൾ നമുക്ക് വ്യത്യസ്തമായ രീതികളിൽ നട്ടുവെക്കാൻ പറ്റും. നിങ്ങൾക്ക് PVC പൈപ്പിൽ, അതുപോലെ തന്നെ സ്പിൽഡ് പോട്ട് ഗാർഡൻ ഡിസൈനിൽ, പല പല ഡിസൈനുകളിൽ നമുക്ക് ഈ ചെടി നട്ടുവെക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട് ഈ ഒരു ചെടിയുണ്ട്. ചെറിയ പോട്ടിൽ, അതുപോലെ ഹാങ്ങിങ് പോട്ട്സിൽ വെക്കുവാണെങ്കിൽ ഒത്തിരി നല്ല. ഹാങ്ങിങ് പോട്ട്സിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് വിടണമെന്നേ ഉള്ളൂ. ഒരു സീസണിൽ ഒരു പൂ വന്നു കഴിഞ്ഞ് പോകുന്ന ഉടനെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് കിളിച്ച് വരുന്നത് നിറയെ ഇലയും പൂക്കളും ഒക്കെ ആയിട്ടായിരിക്കും. പിന്നെ ഈ ചെടിയുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ സീസണിലും നിറച്ചു പൂക്കുന്ന ഒരു ചെടിയാണ് ഇത്. കുറച്ച് കെയറും കാര്യങ്ങളും ഒക്കെ ചെയ്ത് നോക്കിയാൽ മതി, നമുക്ക് നിറയെ പൂ കിട്ടുന്ന ഒരു ചെടിയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ഫ്രണ്ട്സ്. ബൈ ബൈ. സീ യു നെക്സ്റ്റ് വീഡിയോ.